മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനും പരിശോധിക്കാനും വേണ്ടി വേദത്തിൽ നല്ല പരിജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് തൗറാത്തിലും ഇഞ്ചീലിലും അവസാനം കടന്നു വരുന്ന പ്രവാചകന്റെ എല്ലാ ലക്ഷണവും ആ വേദപണ്ഡിതന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ആളാണെന്ന് ആ വേദപണ്ഡിതന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം പ്രവാചകനെ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്താ പരിശോധിക്കണത് നിങ്ങൾ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യത്തിന് അടിമപ്പെടുന്നുണ്ടോന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കും. അത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അദ്ദേഹം. വിവേകത്തിനടിമപ്പെട്ട് വികാരത്തിനടിമപ്പെട്ട് വിവേകമില്ലാതെ പെരുമാറുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ വേദ പണ്ഡിതൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള അവസരത്തിനു വേണ്ടി അയാൾ കാത്തിരുന്നു. ഒരിക്കല് നല്ലൊരു അവസരം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കുറച്ച് ഗ്രാമീണരായ ചില ആളുകൾ തങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പട്ടിണിയെക്കുറിച്ച് പറയാൻ സഹായത്തിന് അപേക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ സദസ്സിലേക്ക് വരികയാണ്. കുറച്ച് പണം ആവശ്യപ്പെട്ട് പ്രവാചകന്റെ സദസ്സിലേക്ക് വന്നു. അന്ന് ഈ സദസ്സിൽ ആ വേദ പണ്ഡിതനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഇവരെ സഹായിക്കാൻ ധനമായി പണമായിട്ടൊന്നുമില്ല. പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, അവരാവശ്യപ്പെടുന്ന ധനം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോന്ന് ചോദിച്ചു. സ്വഹാബാക്കളുടെ കയ്യിലൊന്നും പൈസ അല്ല. അപ്പോ ഈ സദസ്സിൽ നിന്ന് ഈ വേദ പണ്ഡിതൻ പറഞ്ഞു, നബിയെ, അവരെ സഹായിക്കാനുള്ള ധനം കടമായിട്ട് ഞാൻ തരാം, നിങ്ങൾ അവരുടെ പട്ടിണി മാറ്റിക്കോന്ന് പറഞ്ഞു. നിശ്ചയിക്കപ്പെട്ട അവധി വെച്ച് തീരുമാനാക്കി, കടം ഇന്ന ദിവസത്തിന് ഇന്ന സമയത്ത് തിരിച്ചു തന്നാ മതിയെന്ന്. അങ്ങനെ ആ വേദപണ്ഡിതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടം കൊടുക്കുന്നു. പ്രവാചകൻ ആ പൈസ വാങ്ങി ആ പട്ടിണി പാവങ്ങളുടെ ദാരിദ്ര്യം നീക്കാനുള്ള വകുപ്പുണ്ടായി കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മദീനയിലെ ബഖീഉൽ ഗർഖദിൽ അഥവാ ഖബർസ്ഥാനില് ഒരു മയ്യത്ത് സംസ്കരണ ചടങ്ങ് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബർസ്ഥാനിലുണ്ട്, സ്വഹാബാക്കളുണ്ട്. അവിടേക്ക് ഈ വേദ പണ്ഡിതനായ ഈ മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അന്ന് തന്ന പൈസ എനിക്കിപ്പോ തിരിച്ചു വേണം. ഞാൻ അന്ന് കടം തന്ന പണം എനിക്കിപ്പോ തിരിച്ചു വേണം. പറഞ്ഞ അവധിയായിട്ടില്ല. അവധി എത്തുന്നതിന്റെ മുമ്പേ, അതും ഖബർസ്ഥാനിൽ വെച്ച് പരസ്യമായി ഇയാൾ പ്രവാചകനോട് പണം ആവശ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ നിശ്ചയിക്കപ്പെട്ട അവധിയായിട്ടില്ലല്ലോ, ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തു വന്നാലും വേണ്ടില്ല, പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാണ്. പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും നമ്മളൊക്കെ അവസ്ഥ? അതും ഒരു ഖബർസ്ഥാനിൽ വെച്ച് അങ്ങനെ പരസ്യമായിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? ഈ വേദപണ്ഡിതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാണ്, പ്രവാചകന്റെ ക്ഷമയെ പരീക്ഷിക്കാണ്. ദേശത്തിന് പ്രവാചകൻ അടിമപ്പെടുന്നുണ്ടോന്ന്. കടം തിരിച്ചു ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ സമയമായിട്ടില്ലല്ലോ. അപ്പൊ ഇയാൾ പറയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ ഇതേപോലെയാണ്, പൈസ വാങ്ങാൻ അറിയാം, തിരിച്ചു കൊടുക്കൂല. ആർക്കാ പ്രിയപ്പെട്ടവർക്ക് കേൾക്കുമ്പോ ദേഷ്യം വരാത്തത്? നമ്മുടെയൊക്കെ അവസ്ഥ എന്തൊക്കെ? സ്വന്തം വാപ്പാന്റെ വാപ്പാനൊക്കെ പറഞ്ഞ ആർക്കാ ദേഷ്യപ്പെടാതൊക്കെ? അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ ഇതേപോലെയാണ്, പൈസ വാങ്ങും പിന്നെ തിരിച്ചു കൊടുക്കൂലാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലുള്ള ആ തട്ടം ഷാള് പിടിച്ചിട്ട് വലിച്ചണ മുറുക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്ന പൈസ എനിക്ക് ഇപ്പൊ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ ഖബർസ്ഥാനിൽ സ്വഹാബാക്കളുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് ആ സദസ്സിലുണ്ട്. ഉമറിന് സഹിച്ചില്ല. ഉമർ പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ വാളുകൊണ്ട് സംസാരിക്കണമെന്ന് ചോദിച്ചു. ഉമറിന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചോന്ന് ദേഷ്യത്തിൽ ചോദിക്കാണ്, എന്റെ വാളുകൊണ്ട് ഞാൻ സംസാരിക്കണോ പ്രവാചകരെ? കാരണം പറഞ്ഞ അവധിയായിട്ടില്ല, അതിന്റെ മുന്നേ വന്ന് ചോദിക്കണത്.
ഈ വേദ പണ്ഡിതൻ അറിയേണ്ടത് എന്താ നിങ്ങൾ? പ്രവാചകൻ വികാരത്തിന് അടിമപ്പെടുന്നുണ്ടോന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരി തൂകിക്കൊണ്ട് വിവേകത്തോടെ അയാൾ ഇടപെട്ടതുപോലെ ഇടപെടാതെ വളരെ പുഞ്ചിരിയോടെ പ്രവാചകൻ അയാളെ മുഖത്തേക്ക് ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ആ പൈസ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്ക്, ഞാൻ തിരിച്ചു തരാം. ആ ബഖീഅ ഖബർസ്ഥാനിൽ ഉറക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുൻ റസൂൽ.